നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ നാട്, എൻ്റെ വീട്, അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ്. എൻ്റെ നാട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്കുള്ള ഒരു ഷോർട്ടായിട്ടുള്ള ഏറ്റവും ചെറിയൊരു വീഡിയോ ആണ്. വീടിന്റെ ഒരു ഹോം ടൂർ ഞാൻ ചെയ്യുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോ നമുക്ക് എന്ത് ചെയ്യാം, കാണിക്കാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പുതിയൊരു ആളും കൂടെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഗാലിബാണ്, എൻ്റെ സുഹൃത്താണ്. ഇരുമ്പൻകുടുക്ക്, മലപ്പുറം ജില്ലയിലെ ഇരുമ്പൻകുടുക്കിൽ എൻ്റെ പ്രിയ സുഹൃത്ത് ഗാലിബും കൂടെ ഉണ്ട് കൂടെ. ഗാലിബ് നാട്ടിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ആളാണ്. ഗാലിബ് വീഡിയോ എടുക്കുന്ന കാര്യങ്ങൾ എന്നെ ഇങ്ങനെ കാണിച്ചു തരാണ്. ഓട്ടോമേഷൻ ആയിട്ടുള്ള എങ്ങനെ വീഡിയോ എടുക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള വിവരണമാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ നാട്ടിലേക്കുള്ള എൻ്റെ വീടിൻ്റെ അല്ലെങ്കിൽ നാടിൻ്റെ ഒരു കാഴ്ച കാണിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഗാലിബിൻ്റെ അഭിപ്രായം, ഗാലിബ് ഒരു യാത്ര പോകുന്നതിനെ കുറിച്ചിട്ട് എന്നോട് സംസാരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ഗാലിബിനായിട്ടുള്ള വീഡിയോ ആണ്. ഗാലിബ് ഇരുമുടുക്കങ്ങാടിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. ചെറുപ്പം തൊട്ടിട്ട് കാണുന്ന ഒരാളാണ്. നമ്മൾ പോകുന്നത് എങ്ങനെ ഗാലിബാണ്? എങ്ങോട്ട് നമ്മൾ പോകണം? നമുക്ക് ഓൾ ഇന്ത്യ ട്രിപ്പ് അടിക്കണം. അതിനെ കുറിച്ച് ബൈക്ക് വരുമ്പോൾ നാട്ടിൽ നിന്ന് ഗോവ അടിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ ശരിക്കും അവിടെ നിന്ന് ഗാലിബിട്ടുള്ള സംസാരമൊക്കെ കഴിഞ്ഞ് തിരിഞ്ഞ് ഒന്നിങ്ങനെ പോവാണ്. ഈ എക്സാക്ട് ലൊക്കേഷൻ എൻ്റെ നാട് പറയാം, മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിയിൽ നിന്ന് കരുവാങ്കലിൽ അല്ലെങ്കിൽ കുന്നുംപുറം ഭാഗത്ത് ഇരുമ്പൻകുടുക്ക് എന്ന് പറഞ്ഞ ചെറിയൊരു പ്രദേശമുണ്ട്. എൻ്റെ നാടാണത്, പാലപ്പെട്ടിപ്പാറ ഇരുമ്പൻകുടുക്ക്. ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ നാട് ഇതാണ്. ശരിക്കും ഞങ്ങൾ അങ്ങാടി, ഇരുമ്പൻകുടുക്ക് അങ്ങാടി. രാവിലെ അതിനെ കൊണ്ട് കടകളൊക്കെ കുറച്ച് അടവാണ്. ഒരു ചെറിയ കുഞ്ഞ് അങ്ങാടിയാണ്. ഇവിടുന്ന് വലത്തോട്ടുള്ള ഈ റോഡാണ് എൻ്റെ വീട്ടിലേക്കുള്ള റോഡ്. ഇവിടുന്ന് ഒരു ചെറിയൊരു 300-400 മീറ്ററാണ്. വളരെ ടൈറ്റായിട്ടുള്ളൊരു റോഡാണ് കേട്ടോ. ശരിക്ക് കുറച്ചൊരു ഉള്ളേരിയിലാണ് എൻ്റെ വീട്. നമ്മളിപ്പം ശരിക്ക് കാണുന്ന നമ്മുടെ വീഡിയോൻ്റെ വലത് സൈഡിൽ കാണുന്നത് എൻ്റെ മദ്രസ, ഞങ്ങൾക്ക് പഠിച്ച മദ്രസൻ്റെ കോമ്പൗണ്ട്. നേരെ മുമ്പിൽ കാണുന്ന നമ്മുടെ പള്ളിയാണ്, നമ്മളെ മഹല്ല്, എൻ്റെ ജമാഅത്ത് പള്ളി. പള്ളിനോട് ചാരി ഇങ്ങനെ കുറേ വളവുകളൊക്കെ ആയിട്ട് പോകുന്ന ഒരു റൂറൽ ഏരിയയിലാണ്. അപ്പോൾ എൻ്റെ വീടിൻ്റെ കാഴ്ചകളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ അവസാനം കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് എന്ത് ചെയ്യാം, വീഡിയോ മുഴുവനായിട്ട് കാണാം. നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, നമ്മൾ നേരെ ഇങ്ങനെ പോവുക. വളരെ ടൈറ്റായിട്ടുള്ള റോഡാണ്, വീതി കുറഞ്ഞ കുറച്ച് ഉള്ളേരിയിലാണ് കേട്ടോ എൻ്റെ നാട്. ഞാൻ ശരിക്കും ഈ വീഡിയോൻ്റെ ഉദ്ദേശം എൻ്റെ വീടൊന്ന് കാണിക്കുക എന്നുള്ളതാണ്. വീട്ടിലേക്കുള്ള റോഡും കാര്യങ്ങളും ഒന്ന് കാണിക്കുക എന്നുള്ളത് മാത്രമായിട്ടുള്ളൊരു കുഞ്ഞ് വീഡിയോ ആണ്. ഇവിടെ വരെ പഞ്ചായത്ത് റോഡാണ്. അപ്പോൾ നമ്മൾ വരുന്ന വരെ ശരിക്കും മെയിൻ റോഡ് എന്ന് വെച്ചാൽ എയർപോർട്ട് റോഡാണ് കേട്ടോ. നമ്മൾ അവിടെ തിരിഞ്ഞ് വന്നത് എയർപോർട്ട് റോഡാണ്. ഇവിടുന്ന് ചെറിയൊരു പോക്കറ്റായിട്ട് വളരെ വീതി കുറഞ്ഞ് ഒരു ടാറിട്ട റോഡ് ഇവിടുന്ന് അവസാനിച്ചു. ഇവിടെ നമ്മളിപ്പോൾ ഇങ്ങനെ ഇടത്തോട്ട് തിരിഞ്ഞിട്ട് നേരെ ഈ പോകുന്ന ഈ ഭാഗത്ത് കൂടെ എൻ്റെ വലിയ വീതിയുള്ള കാറൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് വളരെ ടൈറ്റായിട്ട് പോകുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന വെൻഡോ ആണ്. വെൻഡോ കുറച്ച് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊണ്ടുപോകാം. നെയ്ബേഴ്സാണ് അടുത്ത ആൾക്കാർ. നേരെ പോകുന്നു. ഗട്ട് റോഡ് അതിനെക്കൊണ്ട് കുറച്ച് സാവകാശം വേണ്ടി വരും. ഇതാണ് എൻ്റെ പ്രദേശം, എൻ്റെ നാട് അല്ലെങ്കിൽ എൻ്റെ ഏരിയ. വീടിൻ്റെ കാണുന്ന ഇതാണ് ശരിക്ക്. ഓക്കെ, ഈ ഗേറ്റ് അല്ല, ഇനിയും പോകാനുണ്ട്. ഇത് നേരെ മുമ്പിൽ കാണുന്ന ബ്ലൂ കാറുള്ള എൻ്റെ തറവാട്, ഉപ്പയും ഉമ്മയും അനിയനും താമസിക്കുന്ന വീട്. ഓക്കെ, എൻ്റെ വീട് പണി കഴിയുന്ന സമയം വരെ ഞാൻ താമസിച്ചിരുന്നത് ഈ ഒരു വീട്ടിലാണ്. ഞാൻ ഒരു 3 വർഷത്തോളം താമസിച്ചത്. 3 വർഷത്തോളമാണ് ഈ വീട് പണി കഴിഞ്ഞതിന് ശേഷം. അത് കഴിഞ്ഞ് ഞാൻ വീട് മാറി. എന്ന് വെച്ചാൽ പണ്ട് എൻ്റെ തറവാട് നിന്നിരുന്ന സ്ഥലത്ത്, അവിടെ ഒരു ഓടിട്ട വീട് നിന്നിരുന്ന സ്ഥലത്ത് ഞാൻ എടുത്ത വീടാണ് ഇത്. ആ വീട് പണി കഴിയുന്ന കാലത്തോളം ഞാൻ താമസിച്ചിരുന്ന വീടാണ്. എൻ്റെ വീടിൻ്റെ ഗേറ്റ് ഉമ്മ എന്താ അവിടെ തിരുമ്പി ചെക്കിയതുകൊണ്ട് ഞാൻ ശരിക്കും അങ്ങോട്ട് വണ്ടി കയറ്റിയില്ല. വണ്ടി ഇവിടെ സൈഡാക്കി. ഞാൻ വെറുതെ കണ്ടിട്ട് ഒന്ന് എടുത്തിടാൻ വേണ്ടി പോവാണ്. ഓക്കെ, നമ്മൾ നടന്നിട്ട് ആ വീടൊന്ന് കാണിക്കുക. ഞാൻ ശരിക്കും ഒരു ഹോം ടൂർ കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങൾ അഭിപ്രായങ്ങളൊന്നും പറയാം. വീടിൻ്റെ മുഴുവൻ കാഴ്ച കാണിക്കുന്നുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ എന്ത് ചെയ്യുന്നുണ്ട്, വീടിൻ്റെ ഒരു എക്സ്റ്റീരിയർ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇതാണ് ശരിക്ക് കഴിഞ്ഞൊരു 2 വർഷം കൊണ്ട് ഞാൻ പണി കഴിപ്പിച്ച, ഞാനിപ്പം കുടുംബത്തോടൊപ്പം താമസിക്കുന്ന എൻ്റെ വീട്. ഓക്കെ, മൈ ഡ്രീം ഹോം. ഒരു കണ്ടംപററി സ്റ്റൈലിൽ എടുപ്പിച്ച വീടാണ്. ഞാൻ വീടിൻ്റെ പറഞ്ഞു, ഞാൻ വീടിൻ്റെ കാഴ്ചകളൊക്കെ എന്ത് ചെയ്യാം അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം. 1 വീടിൻ്റെ കോമ്പൗണ്ട് ഒന്ന് കാണിക്കാം. ശരിക്കും ഞങ്ങളുടെ ഒരു ചെറിയൊരു എന്താ പറയുക, 1 വീടിൻ്റെ 1 വീടൊന്ന് കാണിക്കാം. ശരിക്കും ഞങ്ങളുടെ ഒരു ചെറിയൊരു എന്താ പറയുക, 1 വീടിൻ്റെ 1 വീടൊന്ന് കാണിക്കാം. 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 1 വീടിൻ്റെ
ഒരു കുഞ്ഞു കോമ്പൗണ്ട്, അത്യാവശ്യം പെരുമാറാനുള്ള ഒരു കോമ്പൗണ്ട്. എൻ്റെ വണ്ടി അവിടെ നിൽക്കുന്നതുകൊണ്ടാണ് കേട്ടോ ശരിക്കും. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്.